ഒരു കാര്യമില്ലാതെ അച്ഛനെ കൊണ്ടുകൊടുത്ത പ്രകാശേട്ടനെ മനോജ് എന്ത് പാരിതോഷികം തന്നു? മനസ്സിലായില്ല. അതായത് മനോജിന് വേണ്ടി അച്ഛനോടും അമ്മയോടും എതിർത്ത് സംസാരിക്കാൻ പ്രകാശേട്ടൻ മനോജിൽ നിന്ന് എത്ര രൂപ വാങ്ങിയത്? അല്ല, കാശ് കിട്ടിയ സ്വന്തം അച്ഛനെയും അമ്മയും വരെ വിൽക്കാൻ തയ്യാറാവുന്ന ആളാണല്ലോ പ്രകാശേട്ടൻ. അതെനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും നമ്മുടെ മകൻ ഗോകുലിനും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഫിസിക്ക് കാണിക്കുന്നതും പണം സ്വരൂപിച്ച് വയ്ക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി തന്നെ. എനിക്കും വേണ്ടി ആഗ്രഹം സ്വന്തമായിട്ടൊരു കാറ്, വലിയ ബംഗ്ലാവ്, സുഖമായിട്ട് 4 നേരം ആഹാരം കഴിച്ച് മനസ്സോ മേലെ കൂടെ ജാലികൾ താഴെ അപ്പൊ തന്നെ ഞാൻ തലയെ കുത്തി നോക്കണം. വ്യക്തമായി ഞാൻ മുഖം കണ്ടു. പെട്ടെന്ന് തോമസ് ആണെന്ന് ആളെ മനസ്സിലായി. ആ മേഖല അവന്റെ അച്ഛനും നോക്കാനായിട്ട് വന്നത്. എന്നിട്ട് നോട്ടം മൊത്തം കടന്നില്ലേ? സാറിവിടെ നിന്ന് എഴുതിച്ചിട്ട് വേണം ഇതുപോലെ ആദ്യം കിടക്കണേ. കാരണം ദേവിയെ പോലെ സത്യസന്ധരും അഴിമതി ഇല്ലാത്തവരൊക്കെ വേണം പാർട്ടിയുടെ സ്ഥാനങ്ങൾ ചെയ്യും. അതിനപ്പുറം സമയം തരാൻ പറ്റുന്ന സേട്ടുമായിരുന്നു. അതിനുള്ളിൽ നല്ല കണ്ടീഷനിൽ ആ പെൺകുട്ടി സെട്ട് റൂമിൽ എത്തിയില്ലെങ്കിൽ നീ നിന്റെ സംഘവും തീർന്നു. മനസ്സിലാകുന്നത് சரிங்க. 2-3 நாள் கொடுங்க. அதுக்குள்ள எல்லாம் செய்வோம். എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്നെ വീഴ്ച വരുന്ന ആളുമല്ല. சேட்டு தான் கூப்பிட்டது. இந்த பைத்தியத்தை எப்படிதான் கொண்டு போய் கொடுக்குறது? 3 நாள் அதுக்குள்ள எல்லாம் அங்க கொண்டு போய் கொடுக்கல. சேட்டு நம்ம தொலைச்சிடும். அம்மா, എനിക്ക് தெரிந்த മന്ത്രവാദി ഇருக்கு. ഇവർക്ക് എതിർ ബാധപ്പെട്ടിருக்கு. അവരെ കൊണ്ടിട്ടാ ഒരേ ഒരു രാത്രി അതുക്കുള്ള എല്ലാം മാറിടും. சரி, அவரை வர சொல்லுங்க. 3 நாளுக்குள்ள கண்டிப்பா இவளை அமைச்சு. அம்மா,
വരണിന്റെ അടുത്ത് പോയിരിക്കും. വേണ്ട മാം, എല്ലാം വിളമ്പി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കാം. നീ പറഞ്ഞു ഞാൻ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇന്നിപ്പോ അവരുടെ അടുത്ത് പോയത് മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. ചെല്ലു. ഒരു കാര്യം ചെയ്യാം, കുടുംബത്തിൽ വന്നു കയറി ആദ്യത്തെ മരുമോള് വിളമ്പല്ല. നമ്മള് കൽപ്പന എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുത്തേ. അവരുടെ മുമ്പിൽ നിന്നെ വേലക്കാരിയാക്കാനുള്ള ശ്രമം ചെയ്യല്ലേ? പറഞ്ഞൊന്നും പുറത്തേക്ക് കേട്ടില്ല. പക്ഷെ നല്ല നല്ലോണം എല്ലാവർക്കും മനസ്സിലായി. ഞാൻ വിളമ്പി കൊടുക്കാൻ അവളോട് പറഞ്ഞതേ ഉള്ളൂ. എന്നാ വേറെ കൽപ്പന ഇപ്പോ വേണ്ടകാരിയാവുന്നത് മറ്റും പറയും. 2 ദിവസം കഴിയട്ടെ, അപ്പൊ അറിയാം. രാധിക മോളെ നീ അടുത്ത് തന്നെ ഇങ്ങോട്ട് പോവാണ്. അതെന്താ കൽപ്പന, രാധിക മോൾക്ക് അത്രയും മതിയോ ഭക്ഷണം? എല്ലാവർക്കും വിളമ്പിയ കൂട്ടത്തിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചു മൂന്നൂർ പറയാറില്ലേ, ഇലയിൽ മാത്രം നോക്കിയല്ല വിളമ്പേണ്ടത്, ഇരിക്കുന്നവരുടെ മുഖത്ത് കൂടി നോക്കണം. അപ്പോഴാ ഭക്ഷണം വിളമ്പുന്നതിന്റെ സംതൃപ്തി കൂടി മനസ്സിലാകും. അല്ലേ? ഇത് വേറൊരു രീതിയിൽ പറയാം. പോത്തിനോട് വേഗം ഓടാം, അതാണ് കുറച്ച് എളുപ്പം. നീ കുറച്ചുകൂടി വിളമ്പി കൊടുത്ത് കൽപ്പന. സ്നേഹം ഒറ്റടിക്ക് വളർത്തി ദിവസമല്ലേ കുറച്ച് മിച്ചം വെക്കണം. എന്നിട്ട് മുളക് കൂടി എടുത്ത് കഴിക്കുക. പലതും നമുക്ക് ശരിയായിട്ട് അതിനു വേണ്ടിയാണല്ലോ കോടികൾ മുടക്കി ഞാൻ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത്. പ്രഭാവതിക്ക് എന്താ ഒരു സംശയം പോലെ? ഭരണപക്ഷത്തിന്റെ MLA സ്ഥാനാർത്ഥി എന്റെ നോമിനിയാണ്. നിങ്ങളുടെ ഭർത്താവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനല്ലേ ആദ്യം സ്ഥാനാർത്ഥിയാക്കാനിരുന്നേ? ഞാൻ ഇടപെട്ട സിദ്ധാർത്ഥനെ മാറ്റിയത്. സിദ്ധാർത്ഥന് പകരം നിന്റെ പേര് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറയിപ്പിച്ചു. മറ്റൊന്നിനുമല്ല, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി. നീ പക്ഷെ മാറിക്കളഞ്ഞു. ഇപ്പോഴത്തെ എന്റെ സ്ഥാനാർത്ഥിയെ ദേവികയെ ഇറക്കിയിരിക്കുകയാണ്. നീ കരുതുന്നുണ്ടാവും ഞാൻ കള്ളം പറയാം, അല്ലെങ്കിൽ എനിക്ക് വട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും. നീ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നീ ഒന്ന് അന്വേഷിക്കും, അപ്പൊ അറിയാം കാര്യങ്ങൾ. അർത്ഥത്തിൽ അതെ. ഓസ്ട്രേലിയക്കെതിരായ
രണ്ടാം T20 ഇന്ത്യക്ക് തോൽവി. ആതിഥേയരുടെ വിജയം 4 വിക്കറ്റിന് 126 റൺസ് വിജയലക്ഷ്യം. ഓസ്ട്രേലിയ 40 റൺസ് ബാക്കി നിൽക്കെ മറികടന്നു. ജയത്തോടെ 5 മത്സരപരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 മുന്നിൽ. ഞായറാഴ്ചയാണ് ഇനി അടുത്ത മത്സരം. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ കൃഷിവകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടതോടെ പ്രതിസന്ധിയിലായി നൂറുകണക്കിന് കുടുംബങ്ങൾ. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. 1.5 ലക്ഷം രൂപ പലിശയ്ക്ക് 10 രൂപ പലിശ പൈസ വരാവുന്നത് എനിക്ക്